നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ CPMന്റെ ഗുണ്ടാ വിളയാട്ടം വീണ്ടും കേരളത്തിൽ വിളയാടുകയാണ്. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ പത്രിക നൽകിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് CPM. നീലേശ്വരം തിരുക്കുന്നിലെ N ബാലകൃഷ്ണനാണ് പരാതി നൽകിയിരിക്കുന്നത്. പ്രാദേശിക CPM നേതാക്കളിൽ നിന്നാണ് ഭീഷണിയെന്ന് ബാലകൃഷ്ണൻ പറയുന്നു. 2019 വരെ പാർട്ടി അംഗത്വം ഉണ്ടായിരുന്നുവെന്നും പാർട്ടിക്കുള്ളിലെ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിക്കുന്നതെന്നും പറയുന്നു. ഇതിനെതിരെയാണ് CPM ഇപ്പോൾ വധഭീഷണി മുഴക്കിയിരിക്കുന്നത്. പത്രിക പിൻവലിക്കാൻ പ്രാദേശിക CPM നേതാക്കളിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി. താൻ LDF സ്ഥാനാർത്ഥി MV ബാലകൃഷ്ണന്റെ അപരനല്ല, വ്യക്തി എന്ന നിലയിൽ ജനാധിപത്യ അവകാശമാണ് വിനിയോഗിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിപ്പെടുത്തിയവർക്കെതിരെ പരാതി നൽകിയിട്ടില്ലെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും N ബാലകൃഷ്ണൻ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ബാലകൃഷ്ണനെ കണ്ടിട്ട് പോലുമില്ലെന്നും ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നുമാണ് CPMന്റെ പ്രാദേശിക നേതൃത്വം പറയുന്നത്. CPMന്റെ സ്ഥിരം പല്ലവി തന്നെയാണിത്. തങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ അടിച്ചും വിരട്ടിയും ഒന്നുമില്ലെങ്കിൽ കൊന്നും ഒഴിവാക്കുക എന്നതാണ് CPMന്റെ നയം. ഇതുതന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത്. പാനൂരിൽ CPM ബോംബുണ്ടാക്കി അത് വാർത്തയായി ദിവസങ്ങൾ കഴിയും മുൻപെയാണ് വീണ്ടും വധഭീഷണികളിലൂടെ CPMന്റെ ഗുണ്ടാസംഘം രംഗത്തെത്തുന്നത്. പാനൂരിൽ ബോംബ് സ്ഫോടനമുണ്ടായി ദിവസങ്ങൾ കഴിയും മുൻപേ സംസ്ഥാനത്ത് പലയിടങ്ങളിലും, അതും CPM പാർട്ടി ഇടങ്ങളിൽ നിന്ന് ബോംബിന് സാമ്യമുള്ള സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരുന്നു. ഈ സർക്കാർ ജനങ്ങൾക്ക് നൽകുന്ന ഭയം ചെറുതൊന്നുമല്ല. CPM DYFI നേതാക്കൾ എല്ലാവരും ചേർന്ന് ആസൂത്രണം നടത്തി ഉണ്ടാക്കിയ ബോംബ് സ്ഫോടനവും വധഭീഷണിയും ഒക്കെ കേരളത്തിൽ ഉണ്ടാക്കിയത് ചെറിയ ആഘാതമല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ ഭിന്നിപ്പ് ശക്തമാണ്. DYFI പ്രവർത്തകർ അടക്കമുള്ളവർ ബോംബ് സ്ഫോടനം നടത്തിയതായാണ് പാനൂരിലെ സംഭവത്തിൽ നിന്ന് പുറത്തു വന്നത്. ഇപ്പോഴിതാ വധഭീഷണിയുമായി CPM വീണ്ടും വാർത്തകളിൽ ഇടം പിടിക്കുന്നു. തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ച കുന്നംകുളം സന്ദർശിക്കാനിരിക്കെയാണ് മേഖലയിൽ പോലീസ് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ബോംബും കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടെ ഉണ്ടായ സംഭവത്തെ വലിയ പ്രാധാന്യത്തോടെയാണ് പോലീസ് കാണുന്നത്. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിൽ അറസ്റ്റിലായ നിരവധി ക്രിമിനൽ കേസുകളിലും പ്രതിയായിട്ടുള്ള CPM DYFI പ്രവർത്തകരാണ്. കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ള ഇവരെ തിരഞ്ഞെടുപ്പ് കാലത്ത് നിരീക്ഷിക്കുന്നതിൽ പോലീസിനുണ്ടായ ഗുരുതര വീഴ്ചയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. ബോംബ് നിർമ്മിക്കുന്നതിനിടെയാണ് സ്ഫോടനമെന്ന് തെളിഞ്ഞിട്ടും എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി എന്നതിൽ ഇനിയും ഉത്തരമില്ല. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി ഇത്തരത്തിൽ വധഭീഷണി ഉയർത്തുന്നുവെന്ന് ആർക്കും അറിയില്ല. പാർട്ടിതല അന്വേഷണങ്ങളും ഇവർക്കെതിരെയില്ല. ഇതിൽ പോലീസിന്റെ മെല്ലപ്പോക്കിനും വിമർശനമുയരുകയാണ്.